മിണ്ടാതിരിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ല. ജി സുധാകരന്റെ ഈ ഒരു പരാമർശം പിണറായിയെ ഉദ്ദേശിച്ചാണോ യഥാർത്ഥത്തിൽ? അതെ, തീർച്ചയായിട്ടും. വാസ്തവത്തിൽ പരാമർശമല്ല, അതൊരു പൊട്ടിത്തെറിയായിരുന്നു. ഇങ്ങനെ പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞെങ്കിലും സത്യത്തിൽ അതൊരു പൊട്ടിത്തെറിയായിരുന്നു. 62 വർഷമായി വിശ്രമമില്ലാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താൻ ഇനിയും മിണ്ടാതിരിക്കില്ല, എണീറ്റ് നടക്കാൻ പറ്റുന്നിടത്തോളം കാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പൊതുഖജനാവ് കൊള്ളയടിക്കുന്നവർ, അഴിമതി നടത്തുന്നവർ, വർഗീയവാദികൾ, വൃത്തികേടുള്ളവർ തുടങ്ങിയവരെയാണ് താൻ വിമർശിക്കാറുണ്ട്. പക്ഷേ സുധാകരൻ വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്ന ഒരാളാണെന്നാണ് പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് അദ്ദേഹത്തിന് നേരെ ഒരു നേതാവിൻ്റെ ഭാഗത്തു നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായത്. അതിനെതിരെയാണ് ഇപ്പോൾ ജി സുധാകരൻ പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. കുറച്ചു കാലമായി ഈ പൊട്ടിത്തെറി തുടങ്ങിയിട്ട്. തീർച്ചയായിട്ടും. അതായത് പത്തനംതിട്ടയിൽ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ സുധാകരനെതിരെ ഇങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പിൻബലം ഉണ്ടായിരിക്കണം. ആ പിൻബലം പിണറായി വിജയൻ തന്നെയാണ്. ആ പിണറായി വിജയൻ്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ തണലിലാണ് പത്തനംതിട്ടയിൽ നിന്ന് സുധാകരനെതിരെ ഇങ്ങനൊരു ആക്ഷേപം ഉയർന്നത്. സുധാകരൻ പറയുന്നു, കഴിഞ്ഞ 4 വർഷമായി ഞാൻ നിരന്തരം നടന്നു പ്രസംഗിക്കുന്നു പാർട്ടിക്ക് വേണ്ടി. മാർക്സിസത്തെക്കുറിച്ച്, പാർട്ടിയെക്കുറിച്ച് ഒക്കെ താൻ പാർട്ടി സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയ അറിവും വായിച്ചു നേടിയ അറിവും ഉപയോഗിച്ച് ആൾക്കാരുടെ ഇടയിൽ പ്രസംഗിക്കുന്നു, തന്നെ പ്രസംഗിക്കാൻ വിളിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 4 വർഷത്തിനിടെ 1480 വേദികളിൽ പ്രസംഗിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള തന്നെ നിശബ്ദനാക്കാൻ ആർക്കും കഴിയില്ല. ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ പ്രസംഗിക്കും, പാർട്ടിക്ക് വേണ്ടി ഇനിയും പറയും. ഈ അടിമ സഖാക്കൾക്ക് ഈ വിമർശനമൊന്നും ഇഷ്ടപ്പെടില്ലെന്നേ. അടിമ സഖാക്കൾ ഇഷ്ടപ്പെടേണ്ട, അടിമകളല്ലാത്ത സഖാക്കൾ ഉണ്ടല്ലോ പാർട്ടിയിൽ. തീർച്ചയായിട്ടും അവരെ ഉദ്ദേശിച്ച് തന്നെയാണ് സുധാകരൻ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ശബ്ദിക്കുന്നത്. അതായത് പാർട്ടിയിൽ തന്നെ ഒതുക്കി അത് എന്താ പറയേണ്ട, മൂലയ്ക്കിരുത്താനുള്ള ഒരു പരിശ്രമം നടക്കുകയാണ്. അത് വിജയിക്കില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. അദ്ദേഹം ഒന്നുകൂടെ പറയുന്നു, പത്തനംതിട്ടയിൽ നിന്നൊരു കല്ല് എനിക്ക് നേരെ എറിഞ്ഞു, ആ കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്, ഇങ്ങ് വന്നിട്ടില്ല, ആലപ്പുഴയിൽ വന്നിട്ടില്ല. പണ്ട് ഈ അസുഖം ആലപ്പുഴയിലുണ്ടായിരുന്നു, ഇപ്പോൾ അത് പത്തനംതിട്ടയിലേക്ക് കൂടെ പടർന്നിരിക്കുകയാണ്. അറിയാലോ, വിഭാഗീയതയെക്കുറിച്ചാണ് പറഞ്ഞത്. അതായത് അടിമ സഖാക്കളെയൊക്കെ പുച്ഛത്തോടെ തള്ളിക്കളയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതെ 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 അതെ. അത് ഈ പിണറായി ഭക്തന്മാരെ അടിമസഭാ സഖാക്കളെന്ന് മാത്രം പിണറായിസ്റ്റുകളെ സുധാകരൻ വകവയ്ക്കാതെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. അതായത് സ്ഥാനങ്ങളില്ലാതെ താൻ 42 കൊല്ലം പാർട്ടിയിൽ പ്രവർത്തിച്ചു, പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്, പാർട്ടിയെ വലിയ തോതിൽ വളർത്തുന്നതിൽ, ആലപ്പുഴയിൽ ഉൾപ്പെടെ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് സുധാകരൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ വായിൽ തോന്നിയതൊന്നും സംസാരിക്കുന്ന ആളല്ല ഞാൻ. എഴുന്നേറ്റ് നടക്കാവുന്നിടത്തോളം കാലം ഞാൻ നടന്ന് പ്രസംഗിക്കും, അത് തടസ്സപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ഇത് എന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പറയിപ്പിച്ചതാണ്. അതാണ് അതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം. എന്നെ ഒരാൾ വ്യക്തിപരമായിട്ട് എന്നെ അധിക്ഷേപിക്കാനോ അപമാനിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, ഇത് ചിലർ ചേർന്ന് പറയിപ്പിച്ചതാണ്. സുധാകരൻ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതാരാണെന്ന് ഞാൻ അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല. എന്നാൽ അത് കേരളത്തിൽ മൊത്തം തനിക്ക് നേരെ ഒരു അപമാനം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് നടന്നിരിക്കുന്നത്. അത് വിലപ്പോവില്ല, ഞാനത് വകവയ്ക്കുന്നില്ല. എനിക്ക് പ്രാധാന്യമുണ്ട്, അതുകൊണ്ടാണല്ലോ എന്നെ വീണ്ടും വീണ്ടും വിളിക്കുന്നത് ആൾക്കാർ. ജില്ലയ്ക്ക് വെളിയിൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടെ 17 പരിപാടികളിൽ പങ്കെടുത്തു. പരിപാടിക്ക് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? താൻ മികച്ച പ്രാസംഗികനായതുകൊണ്ട് തന്നെയാണ് പരിപാടിക്ക് വിളിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കില്ലല്ലോ. അദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഒരു സ്ഥലത്തുനിന്ന് പോലും ഞാൻ പ്രസംഗത്തിന് പോയിട്ട് പണം വാങ്ങിയിട്ടില്ല, പണം വാങ്ങി ഞാൻ ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല, ഇനി എന്നെ നിശബ്ദനാക്കാൻ സാധിക്കുകയുമില്ല. അങ്ങനെ നിശബ്ദനാക്കാൻ മാത്രം ഇത് തമ്പുരാക്കന്മാരുടെ കാലമൊന്നുമല്ലല്ലോ എന്നാണ് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കുള്ളിലെ കൃത്യമായും വിഭാഗീയതയുണ്ടെന്നും ആ വിഭാഗീയത ആര് കാരണമാണ് ഉണ്ടായിരിക്കുന്നതെന്നും സുധാകരൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. കുന്തമുന പിണറായിക്ക് നേരെ തന്നെയാണ്, ഒരു സംശയവുമില്ല. പിന്നെ വയസ്സായി അതുകൊണ്ട് മൂലയ്ക്ക് ഒതുങ്ങിയിരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. ഇനി വിശ്രമിക്കാനുള്ള കാലമാണ് എന്ന് പറയുന്നവർ സ്വന്തം കാര്യം നോക്കിയാൽ മതി, എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്നും കൂടി സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ എന്താ പറയേണ്ടത്, സുധാകരനെ വിമർശിച്ച് പേരെടുക്കാം,
അങ്ങനെ കുറച്ച് ശ്രദ്ധയൊക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ച് വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേരെ. പൊതുപ്രവർത്തകർ ജനങ്ങളുടെ ശ്രദ്ധ നേടണം. അത് അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ കാണണം. എൻ്റെ വിമർശനങ്ങൾ ഇഷ്ടപ്പെടാത്തവരാണ് എന്നെ ഇങ്ങനെ കല്ലെറിയാൻ ശ്രമിക്കുന്നത്. സാമൂഹിക സേവനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം എന്നും കൂടി സുധാകരൻ പറഞ്ഞു വെക്കുന്നു. നോക്കൂ, ഇതെല്ലാം ആരെ ഉദ്ദേശിച്ചാണ്? വളരെ കൃത്യമല്ലേ? ഇത് പിണറായി വിജയനെ തന്നെ ഉദ്ദേശിച്ചാണെന്നുള്ളത്. വീട്ടിലിരുന്ന് വിശ്രമിച്ചാൽ മാനസിക രോഗിയാവും. ഞാൻ എന്തായാലും ഭ്രാന്തനാകാൻ തയ്യാറല്ല. ഞാൻ വായടച്ചു വെച്ചാൽ മാർക്സിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ ശക്തിപ്പെടും. അത് ഞാൻ അനുവദിക്കില്ല. മാർക്സിസത്തെക്കുറിച്ച് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. പാർട്ടിയുടെ ആശയങ്ങൾ പറയും, അത് പ്രചരിപ്പിക്കും. അത് തന്നെയാണ് എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ, ഗുണമല്ലാതെ ദോഷമുണ്ടാകില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വേറെ ചിലരുടെ ശബ്ദം ഉയരുന്നത് കൊണ്ട് പാർട്ടിക്ക് ദോഷമുണ്ടാകും എന്നുകൂടിയാണ്. അതായത് പാർട്ടിയെ നവീകരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ നവീകരിച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥാനത്ത് മറ്റ് ഇതര രാഷ്ട്രീയം ഉൾക്കൊള്ളുന്ന ആൾക്കാർ വരും എന്നാണ് സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സുധാകരൻ BJP-യിൽ ഒന്നും പോകില്ല എന്നാണ്. കാരണം നേരത്തെ തന്നെ സുധാകരൻ BJP-ലേക്ക് പോകുമോ എന്ന് തുടങ്ങിയ ആശങ്കകളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോപാലകൃഷ്ണൻ, എന്തായിരുന്നു, ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിൽ, അദ്ദേഹം സുധാകരനെ വിളിച്ച് സംസാരിച്ചു. അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. എന്നെ പുസ്തകം കൊടുത്തു, ഗേറ്റിൽ വന്ന് സ്വീകരിച്ചു. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ അതൊന്നും എതിർപ്പില്ലാതെ തന്നെ കേട്ടിരുന്നു തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി. ആ ഒരു സമയത്താണ് BJP-യിൽ പോകുമോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉയർന്നു കേട്ടിരുന്നത്. അതെ, നമ്മള് എന്താ പറയണ്ടേ, അണ്ണാൻകുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കേണ്ട എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. അതുപോലെ സുധാകരനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകുന്നത് അത് അബദ്ധമാണ്. അത് അബദ്ധമാണ്. അത് സുധാകരൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പെടുന്നവരാണെങ്കിലും ശരി, അല്ല എതിർചേരിയിലുള്ളവരാണെങ്കിലും ശരി, അദ്ദേഹത്തെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകുന്നത് കുറച്ച് കടന്ന കൈയാണ്. സുധാകരനെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ പോകുന്നവർ വേറെ ചിലതൊക്കെ പഠിക്കേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. എന്തായാലും അദ്ദേഹം വളരെ രൂക്ഷമായ ഈ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് കൃത്യമായിട്ടും പാർട്ടിക്കുള്ളിൽ തന്നെ ഒതുക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനെതിരെ തന്നെയാണ്. അത് ആലപ്പുഴയിൽ പാർട്ടിക്കും പിണറായി വിജയനും വലിയ ദോഷം ചെയ്യും. സുധാകരൻ്റെ ശത്രുത ചെറുതല്ല. അത് നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. സുധാകരനെ വെറുപ്പിച്ചതിൻ്റെ ഫലം എന്താണ് പാർട്ടിക്ക് അവിടെ നേരിടേണ്ടി വന്നത് എന്ന്. ഇനി കാത്തിരുന്ന് കാണുക എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും സുധാകരൻ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇപ്പോൾ ഗൗതം പറഞ്ഞതുപോലെ അങ്ങനെ പാർട്ടി മാറി BJP-യിലൊക്കെ പോയി നിന്ന് അദ്ദേഹം പോരാടും, ഫൈറ്റ് ചെയ്യും എന്ന് എനിക്കും തോന്നുന്നില്ല. മറിച്ച് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം ശക്തമായ പോരാട്ടം നടത്തും. ഈ എന്താ പറയണ്ട, ഈ അഴിമതിക്കാരെയും വൃത്തികെട്ടവന്മാരെയും ഈ പറയുന്ന വർഗീയവാദികളെയും ഒക്കെ അദ്ദേഹം ഉദ്ദേശിച്ചത് പാർട്ടിക്കുള്ളിലുള്ളവരെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഈ വിമർശനം സ്വീകരിക്കുക എന്ന് പറയുന്നത് പൊതുവെ പാർട്ടി, ഏത് പാർട്ടി ആയിക്കോട്ടെ, ആ പാർട്ടിക്കുള്ളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം സന്ദീപ് വാര്യർ പറഞ്ഞത് വലിയ വിമർശനങ്ങളൊക്കെ ഞാൻ ഉന്നയിച്ചു, എന്നെ വകവെച്ചില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ഉണ്ടായി. എനിക്ക് മനം മടുത്തിട്ട് ഈ പാർട്ടിയെ ഞാൻ ചൂരൽ വെച്ച് അടിച്ചിട്ടും നന്നാക്കാനൊന്നും പോയാൽ അത് നന്നാവാൻ പോകുന്നില്ല എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. അപ്പം വിമർശിക്കുക എന്ന് പറയുന്നത് പൊതുവെ എല്ലാ പാർട്ടിയിലും അസ്വീകാര്യമാണ്. പക്ഷേ ഇവിടെ സുധാകരൻ അതൊന്നും ഒരു പ്രശ്നമല്ല. സന്ദീപ് വാര്യർ അല്ല സുധാകരൻ എന്തായാലും അദ്ദേഹം പാർട്ടിയൊന്നും അങ്ങനെ മാറാൻ പോകുന്നില്ല. മാറിയാൽ ഇവരെയും കൊണ്ടേ മാറും. ഇവർക്ക് വലിയൊരു പണി കൊടുത്തിട്ടേ അദ്ദേഹം മാറുള്ളൂ. അത് താങ്ങാനുള്ള കരുത്ത് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല, ആലപ്പുഴയിലെ പാർട്ടി ജില്ലാ ഘടകത്തിന് പ്രത്യേകിച്ചുമില്ല. അതുകൊണ്ട് സുധാകരനോട് മുട്ടാൻ പോകുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, എന്താ ദേഹത്ത് ചെളി പറ്റും എന്നൊക്കെ പറയുന്നത് പോലെ വലിയ പരിക്കുകൾ ഉണ്ടാകും. അതുകൊണ്ട് സുധാകരനോട് കയറി മുട്ടാതിരിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. അത് ഇപ്പോൾ തന്നെ ആലപ്പുഴയിൽ വലിയ തിരിച്ചടികളാണ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കൂടുതൽ രൂക്ഷമാകും. മാരകമായ പരിക്കുകൾ പാർട്ടിക്കുണ്ടാകും. അതുകൊണ്ട് തമ്പുരാക്കന്മാരുടെ കാലമല്ല എന്ന് സുധാകരൻ പറഞ്ഞത് വെറുതെയല്ല. ഒരു തമ്പുരാനെയും ഞാൻ പേടിക്കുന്നില്ല എന്നുകൂടി അതിനർത്ഥമുണ്ട്. അതും വരികൾക്കിടയിൽ വായിച്ചെടുക്കും. മിണ്ടാതിരിക്കാൻ, വിമർശിക്കാതിരിക്കാൻ ഇത് തമ്പുരാക്കന്മാരുടെ കാലമല്ല.